ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ ലാംഗ്വേജ് ഇൻ ആക്ഷൻ എന്ന വിഷയത്തിലെ ലാസ്റ്റ് മൊഡ്യൂളാണ്. ദാറ്റ് ഈസ് ദ 4th മൊഡ്യൂൾ. സോ ആ മൊഡ്യൂളിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ പറയേണ്ട അത്യാവശ്യമാണെന്ന് തോന്നി. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇവിടെ മൊഡ്യൂളിനെ കുറിച്ചൊരു ഓവർവ്യൂ ഉണ്ട്. ഇവിടെ ദ മൊഡ്യൂൾ ഫെമിലിയറൈസസ് സ്റ്റുഡൻസ് വിത്ത് ലാംഗ്വേജ് സ്ട്രക്ചർ ആൻഡ് പർപ്പസ് ഓഫ് ദ കീ ലീഗൽ ആൻഡ് പോളിസി ഡോക്യുമെൻറ്റ്സ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ലീഗൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിൻ്റെ സ്ട്രക്ചർ, ലാംഗ്വേജ്, പർപ്പസ് എന്നിവയാണ് നമ്മൾ ഇതിൽ പരിചയപ്പെടുന്നത്. ഫോക്കസ് ഓൺ ഹൗ ലീഗൽ ആൻഡ് ഫോമൽ ലാംഗ്വേജ് ഷേപ്സ് ഗവർണൻസ്, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഒരു ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലീഗൽ അല്ലെങ്കിൽ ഫോമൽ ലാംഗ്വേജ് ഗവർണൻസും നേതൃത്വവും അതുപോലെ തന്നെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം തന്നെ ഫോക്കസ് ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. എംഫസൈസസ് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ഫ്രെയിമിംഗ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് പബ്ലിക് പോളിസീസ്. ഭാഷയ്ക്ക് പൊതു നിയമങ്ങൾ അല്ലെങ്കിൽ പബ്ലിക് പോളിസികൾ ഉണ്ടാക്കുന്നതിൽ, ഫ്രെയിം ചെയ്യുന്നതിൽ, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ, വ്യാഖ്യാനിക്കുന്നതിൽ, സ്ഥാപിക്കുന്നതിൽ, നടപ്പിലാക്കുന്നതിലൊക്കെ അതിൻ്റെ റോൾ എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നു. എസ്പെഷ്യലി ഇൻ ഏരിയാസ് ലൈക്ക് ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ. ഇത്തരം ഏരിയകളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഡെവലപ്പ് അബിലിറ്റി ടു റീഡ്, ഇൻ്റർപ്രറ്റ് ആൻഡ് അനലൈസ് ലീഗൽ ആൻഡ് പോളിസി ടെക്സ്റ്റ്സ്. ഇവിടെ നമുക്കിതുകൊണ്ട് വായിക്കാനും വ്യാഖ്യാനിക്കാനും അതുപോലെ തന്നെ അനലൈസ് ചെയ്യാനും സാധിക്കണം. ലീഗൽ ആൻഡ് പോളിസി ടെക്സ്റ്റുകൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് പവർ ആൻഡ് ലോ. നിയമവും ഭാഷയും അധികാരവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സാധിക്കണം. ഇംപ്രൂവ് ലാംഗ്വേജ് സ്കിൽസ് വൈൽ ഡെവലപ്പിംഗ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അവയർനെസ്. പൊളിറ്റിക്കൽ അവയർനെസ്സും അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ്സും ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലാംഗ്വേജ് സ്കിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ലേൺ ടു എൻഗേജ് വിത്ത് റിയൽ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. നമുക്ക് യഥാർത്ഥത്തിലുള്ള ലീഗൽ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് പരിചയപ്പെടാനും അതുമായിട്ട് ബന്ധപ്പെടാനും അതിൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ് അത് മനസ്സിലാക്കാനും അനിവാര്യമാണ്. അതുപോലെ തന്നെ ഈ മൊഡ്യൂളിലെ സ്കോപ്പ് എന്താണ്? എക്സ്പ്ലോർ സെമിനൽ ആക്ട്സ്, ജുഡീഷ്യൽ വേർഡിക്ട്സ്, ഗ്ലോബൽ ഡിക്ലറേഷൻസ്. നിയമങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് മനസ്സിലാവും. അതേപോലെ തന്നെ ഫോക്കസ് ഓൺ ടെക്സ്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ റിലവൻസ്. ചരിത്രപരമായിട്ടുള്ള, സാമൂഹികപരമായിട്ടുള്ള പ്രധാനമുള്ള ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എൻകറേജസ് ക്രിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് വിത്ത് ദ ലാംഗ്വേജ് ഓഫ് അതോറിറ്റി, ജസ്റ്റിസ് ആൻഡ് അഡ്വക്കസി. ലാംഗ്വേജ് ഓഫ് അതോറിറ്റി, അധികാരത്തിൻ്റെ ഭാഷയും നീതിയുടെ ഭാഷയും അതുപോലെ തന്നെ അഡ്വക്കസി, പിന്നെ ശബ്ദങ്ങളാവുന്ന, അതായത് വലിയ ശബ്ദങ്ങളാവുന്ന ഭാഷയെല്ലാം തിരിച്ചറിഞ്ഞ് അതായിട്ട് എൻഗേജ് ചെയ്യാം. ആൻഡ് ദെൻ അതിൻ്റെ നമ്മളിപ്പോൾ ഇതിൽ പഠിക്കുന്ന കീ ടെക്സ്റ്റുകൾ, മെയിനായിട്ടുള്ള ടെക്സ്റ്റുകൾ എന്തൊക്കെയാണ്, പിന്നെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി NALSA വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014 ലാൻഡ്മാർക്ക് വെർഡിക്റ്റ് റെക്കഗ്നൈസിങ് ദ റൈറ്റ്സ് ഓഫ് ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ്. ട്രാൻസ്ജെൻഡേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്, ലീഗൽ ടെക്സ്റ്റാണ്. അനലൈസ് ജുഡീഷ്യൽ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സിവിൽ റൈറ്റ്സ് ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സിൽ ഈ ജുഡീഷ്യൽ ലാംഗ്വേജിൻ്റെ ഇമ്പാക്റ്റും അനാലിസിസുമാണ് നമുക്കിൽ കാണുന്നത്. കേരള ഡൗറി പ്രൊഹിബിഷൻ അമെൻമെൻറ്റ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ടെക്സ്റ്റ്. എക്സാമിൻസ് ലീഗൽ ലാംഗ്വേജ് ആൻഡ് റെസ്പോൺസ് ടു സോഷ്യൽ ഇഷ്യൂസ് ലൈക്ക് ഡെയറി, ജെൻഡർ ബേസ്ഡ് വയലൻസ്. ഈ ലിംഗ അടിസ്ഥാനത്തിലുള്ള ക്രൂരതയും അല്ലെങ്കിൽ വയലൻസും അതുപോലെ തന്നെ ഡോറി മീൻസ് നമ്മുടെ സ്ത്രീധനം, അതുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരയ്ക്കാനുള്ളത്. ഷോ ഹൗ സ്റ്റാറ്റ്യൂട്ടറി ലാംഗ്വേജ് പ്രൊമോട്ട്സ് ജെൻഡർ ജസ്റ്റിസ്. എങ്ങനെയാണൊരു ലീഗൽ ലാംഗ്വേജ് ജെൻഡർ ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, UDHR. പ്രിയാമ്പിൾ ഗ്ലോബൽ ഡിക്ലറേഷൻ പ്രൊമോട്ടിംഗ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം. ഇല്ലസ്ട്രേറ്റ്സ് ഹൗ ഇന്റർനാഷണൽ ലീഗൽ ലാംഗ്വേജ് ആസ്പയർസ് ടു യൂണിവേഴ്സൽ ഐഡിയൽസ് വൈൽ റെസ്പെക്ടിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. കൾച്ചറൽ ഡൈവേഴ്സിറ്റി പരിഗണിക്കുന്ന സമയത്ത് തന്നെ യൂണിവേഴ്സൽ ഐഡിയൽസിനെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലാംഗ്വേജുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലീഗൽ ലാംഗ്വേജ് മുന്നോട്ട് വെക്കുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ആക്ട് ഓഫ് 69 ഓഫ് 1980, 1980 60ാമത്തെ ആക്ട് നമ്പർ 69 ജുഡീഷ്യസ് എൻവയോൺമെൻറ്റൽ ലീഗൽ ഡിസ്കോഴ്സ്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ ഡിസ്കോഴ്സാണ് ഇതിൽ ചെയ്യുന്നത്. ഡെമോൺസ്ട്രേറ്റ് ഹൗ ലീഗൽ ലാംഗ്വേജ് പ്രൊട്ടക്ട്സ് എക്കോളജിക്കൽ റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് ഇക്കോളജിക്കൽ റിസോഴ്സസിനെയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ലീഗൽ ലാംഗ്വേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രതിപാദിക്കുന്നത്. സോ ഇത് കാഷ്വൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ മൊഡ്യൂളിനെ കൃത്യമായിട്ട് സമീപിക്കാൻ പറ്റും. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.